ലോക കാൽപന്ത് ആരാധകർ കാത്തിരിക്കുന്ന ആ കലാശ പോരാട്ടത്തിന് ഇനി ദിവസങ്ങൾ, മണിക്കൂറുകൾ മാത്രം ബാക്കി. ജൂണിലെ ആ മഞ്ഞു നിറഞ്ഞ രാത്രിയെ പോലും തീചൂളമാക്കി മാറ്റുന്ന കാൽപന്തിന്റെ ജീവൻ മരണ പോരാട്ടത്തിലൂടെ ക്ലബ് ഫുട്ബോളിന്റെ കനകസിംഹാസനം കൈക്കലാക്കാൻ, നേടിയെടുക്കാൻ വീറും വാശിയും സിരകളിലാ വായു നിറഞ്ഞ തൂവൽ പന്തിനെ കാൽപന്തിന്റെ പച്ചപ്പ് നിറഞ്ഞ മൈതാനങ്ങളിൽ ഒളിച്ചും വെട്ടിയും അടിച്ചും പോരടിക്കാനായി പടച്ചട്ടണിയുന്ന കാൽപന്തിന്റെ പട്ടാളക്കാർ. വെൽക്കം ടു പ്രോ മലയാളി. കാൽപന്തിന്റെ പോരാട്ടങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കുഞ്ഞന്മാർ അട്ടിമറികൾക്ക് സാക്ഷി നിന്നപ്പോൾ പേരുകേട്ട വമ്പന്മാർ പാതിവഴിയിൽ പടച്ചട്ടയിച്ച് പരാജയം സമ്മതിച്ചതും പരാജയം ഉറപ്പിച്ച പോരാട്ടങ്ങളിൽ അപ്രതീക്ഷിത പോരാളികളായി മാറി പോരാട്ടം വിജയിച്ചതും കാൽപന്ത് ആരാധകർ കണ്ടവരാണ്. വമ്പന്മാരെയും ദുർബലരെയും ഓരോന്നായി വെട്ടിവീഴ്ത്തി അവർ മുന്നേറി. ഇനിയുള്ളത് ആ കനകസിംഹാസനത്തിലേക്കുള്ള പട്ടാഭിഷേക പോരാട്ടം. ഒരു ഭാഗത്ത് അട്ടിമറികളുടെ രാജാക്കന്മാർ, അവസാന ഹൃദയത്തുടുപ്പ് വരെ കാൽപന്തിന്റെ പച്ചപ്പുട്ടായി ലോകത്തിലെ തന്നെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആരാധക കൂട്ടം, ദി ബ്ലാക്ക് ആൻഡ് യെല്ലോ ആർമി പടച്ചട്ട അണിയുമ്പോൾ എതിരാളികൾ റയൽ മാഡ്രിഡ്. നാടും നഗരവും നാട്ടുകാരും ആരുടേതുമാകട്ടെ, UCLന്റെ കനകസിംഹാസനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ തോക്കാൻ മനസ്സില്ലാത്ത തൂവെള്ള പട്ടാളക്കാർ. പ്രവചിക്കാനോ കണക്കുകൂട്ടാനോ ചതുരംഗക്കളങ്ങൾ ഒരുക്കി ചതിയിൽപ്പെടുത്താനോ എതിരാളികൾക്ക് കഴിയില്ല. എതിരാളികളെ ചവിട്ടിക്കേറിയ പടവുകളിൽ വെള്ളരക്തം ഒഴുക്കുന്ന പോരാളികൾ. തെക്കിലും വടക്കിലും നടന്ന പോരാട്ടങ്ങളിൽ രാജാവായി പ്രതിഷ്ഠിച്ചവർ. രാജാവായി തന്നെയാണ് ഈ പോരാട്ടത്തിൽ അവർ കടന്നു വരുന്നത്. വിനീഷ്യസും ലൂക്കയും ടോണിയും തൂവെള്ള പട്ടാളക്കാരുടെ സൈന്യാധിപർ. തങ്ങളുടെ കോട്ടവാതിലിന് മുന്നിൽ ആകാശമുട്ടുന്ന കാവൽഭൂതങ്ങളാവാൻ കഴിയുന്ന 11 തൂവെള്ള പട്ടാളക്കാരും. ലണ്ടനിലെ വെംബ്ലി കാൽപന്തിന്റെ പോരാട്ടങ്ങളുടെ പോർക്കളമായി മാറുമ്പോൾ, കാൽപന്തിന്റെ പച്ചപ്പ് നിറഞ്ഞ പുൽമൈതാനങ്ങളിൽ ചോര ചിന്തിയാലും മരിച്ചു വീണാലും കബന്ധങ്ങൾ കൊണ്ടൊരായിരം മതിലുകൾ തീർക്കണം. തിരിച്ച് നാട്ടിലേക്കുള്ള യാത്ര തല ഉയർത്തി UCLന്റെ കനകസിംഹാസനത്തിൽ ഇരുന്നു വേണം. ദിവസങ്ങൾക്കപ്പുറം വെംബ്ലിയിൽ കാഹളം മുഴങ്ങുമ്പോൾ, തൻ്റെ ടീമുകൾക്കായി ആയിരങ്ങൾ പതിനായിരങ്ങൾ ചേരിതിരിഞ്ഞ് കരഘോഷങ്ങൾ ഉയർത്തുമ്പോൾ, UCLന്റെ രാജാക്കന്മാർ ആര് എന്നത് പ്രവചനം അസാധ്യം. കണ്ടറിയാം UCLന്റെ ചാമ്പ്യൻസ് ലീഗിന്റെ ഈ കിരീടം ആര് നേടുമെന്നത്.